ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠര രാജീവരുടെ വീട്ടില് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു SIT. 8 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ SITക്ക് വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. തന്ത്രിയുടെ വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ സംഘം പരിശോധിച്ചു. സ്വർണത്തിന്റെ കാലപ്പഴക്കം, മൂല്യം എന്നിവയാണ് സംഘം പ്രധാനമായും പരിശോധിച്ചത്. തന്ത്രിയും പോറ്റിയും തമ്മിലെ സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം നിലവിൽ തുടരുന്നു. അതേസമയം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രി ICUവിൽ തുടരുകയാണ്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ഇന്നലെ തന്ത്രിയുടെ വീട്ടിലെ പരിശോധന, അത് ശബരിമലയിൽ നിന്ന് പോയ സാധനങ്ങൾ, സ്വർണമടക്കമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധന തന്നെയാണ് അവിടെ നടന്നത്. വളരെ നിർണായകമായ വിവരങ്ങൾ അവിടെ SITക്ക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ആഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ അത് ശബരിമലയിൽ നിന്നുള്ളതാണെന്ന് കണ്ടെടുക്കാനോ സ്ഥിരീകരിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്? അത് അന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാണ് സനിസ? ജിൽസി സൈഫു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ദ്വാരപാലക ശില്പ പാളികൾ, ആ സ്വർണം എവിടെ പോയി എന്നതിൽ ഇതുവരെ ഒരു ഉത്തരത്തിലെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കണ്ഠര രാജീവരുടെ അറസ്റ്റിന് ശേഷം അദ്ദേഹം ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉച്ചയ്ക്ക് 2:30യോടെയാണ് SITയുടെ സംഘം ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. 8 മണിക്കൂറാണ് അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. അതിൽ ഏറ്റവും ഇവർക്ക് പോറ്റിയും അതുപോലെ തന്നെ കണ്ഠര രാജീവരും തമ്മിലുള്ള ബന്ധം, അതിൽ എത്തരത്തിലുള്ള ഒരു ബന്ധമാണ് എന്നത്, അത് വളരെ ദൃഢമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് അടക്കമുള്ള ഒരു ബന്ധമാണെന്ന് SIT അത്തരം തെളിവുകൾ ലഭിച്ചതായിട്ടുള്ള വിവരമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിശോധന എന്ന് വേണം പറയാൻ. കൂടാതെ തന്നെ കണ്ഠര രാജീവരുടെ വീട്ടിലെ സ്ത്രീകളുടെ സ്വർണവും അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സ്വർണം, അതിന്റെ കാലപ്പഴക്കം എന്നിവ പരിശോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടാതെ ഈ കണ്ഠര രാജീവർക്ക് ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന ദക്ഷിണ വഴി ലഭിക്കുന്ന ഉരുപ്പിടികളുടെ കാലപ്പഴക്കം, അത് ഏതൊക്കെ, അതുപോലെ സ്വർണം ഏത് എന്ന തരത്തിലുള്ള പരിശോധനയൊക്കെ നടന്നിട്ടുണ്ട്. അവിടെ ചെങ്ങന്നൂരിൽ തന്നെ SBIയുടെ ബ്രാഞ്ചിലുള്ള ഈ സ്വർണം നോക്കുന്ന ഒരു പണിക്കാരന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ പരിശോധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ സ്വർണത്തിന്റെ കാലപ്പഴക്കം നോക്കിയിട്ടുണ്ട്. അതിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ തന്ത്രി പറഞ്ഞിട്ടുള്ള, തന്ത്രിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഈ കുടുംബാംഗങ്ങളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോറ്റിയുമായിട്ട് 2004 മുതൽ തന്നെ ഈ തന്ത്രിക്ക് ബന്ധമുണ്ട്. ഇതുമായിട്ടുള്ള തന്ത്രിയിൽ നിന്നും ഇതുമായിട്ട് പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു, മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ എന്തൊക്കെ ശരികളുണ്ട്, എന്തൊക്കെ കള്ളങ്ങളുണ്ട് എന്നതൊക്കെ വേർതിരിച്ചറിയാൻ വേണ്ടി കുടുംബാംഗങ്ങളോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാകും. അത്തരം മൊഴി രേഖപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഈ 8.5 മണിക്കൂർ നടന്ന പരിശോധനയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം സ്വർണം, അതിന്റെ കാലപ്പഴക്കം, കൂടാതെ തന്നെ അവിടെ ദക്ഷിണയായി ലഭിച്ച ഉരുപ്പിടികൾ, അതിന്റെ കാലപ്പഴക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധനയിൽ അതിന്റെ ഒരു വിവരം, പരിശോധനയ്ക്ക് ശേഷമുള്ള ഫലം തന്ത്രി ഇപ്പോഴും ICUവിൽ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച അപ്ഡേറ്റ് എന്താണ്? തന്ത്രിയെ ഇപ്പോൾ ICUവിലാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിലാണ് തന്ത്രി തുടരുന്ന ഒരു സാഹചര്യം. പക്ഷേ അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമില്ല. പക്ഷേ ഡ്രോപ്പ് ടെസ്റ്റിൽ ഇത്തരത്തിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ചെറിയൊരു വേരിയേഷൻ കാണിച്ചിരുന്നു. ഒരു സെൻസിറ്റീവ് കേസിന്റെ ഭാഗമായ ഒരു പ്രതിയായിട്ട് അറസ്റ്റിലായ വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ICU നിരീക്ഷണത്തിൽ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ICUവിലൊക്കെ പ്രവേശിക്കുന്ന സാഹചര്യം. എന്നാൽ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ICUവിൽ തുടരുന്നത്. അത്ര ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല അദ്ദേഹത്തിന്. നമ്മൾ ഇന്നലെ തന്നെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ജനറൽ ഹോസ്പിറ്റലിലാകട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹം നടന്നു തന്നെയാണ് പോയത്. ചെറിയ തരത്തിലുള്ള വേരിയേഷൻ ആണ് അത്. അദ്ദേഹത്തിന് പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള വ്യക്തിയാണ്, അതിന്റെ മരുന്നുകൾ എടുക്കുന്ന വ്യക്തിയാണ്. അത്തരത്തിലുള്ള രക്തസമ്മർദ്ദമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊരു നിഗമനമാണ്. പക്ഷേ ചെറിയ വേരിയേഷൻ കണ്ടതുകൊണ്ട് തന്നെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വിദഗ്ധ കാർഡിയോളജി വിഭാഗത്തിലുള്ള മേധാവികൾ അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഒക്കെയാണ് അദ്ദേഹത്തെ പരിശോധിച്ച് വരുന്നത്. കൂടാതെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പോറ്റിയെയും അതുപോലെ തന്നെ തന്ത്രിയെയും ഇരുത്തിയൊക്കെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലായിരുന്നു SIT പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിലെ ഈ ഒരു പ്രശ്നം കാരണം അവിടെ ഒരു പ്രതിസന്ധിയും ഉണ്ടായിരിക്കുകയാണ്. ജിൽസി സൈഫു.
യെസ്, അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോഗ്യാവസ്ഥയിലുള്ള ആളെ തുടർ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം വീട്ടിൽ നിന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ കണ്ടെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കേസ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക? വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴേ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ശരീരത്തിലുള്ള ആഭരണങ്ങൾ പരിശോധിച്ചു എന്ന് പറയും. അത് എന്തിനായിരിക്കും പരിശോധിച്ചത്? അത് പക്ഷെ എങ്ങനെയാണത് കണ്ടെത്തുക എന്നൊരു സംശയം കൂടി. പഴക്കമാണ്, ആഭരണത്തിന്റെ കാലപ്പഴക്കമാണ്. എന്നാൽ കൂടിയും അത് ഈ സ്വർണ്ണപ്പാളികളിലെ സ്വർണം ഉപയോഗിച്ചാണോ ഈ ആഭരണങ്ങൾ ഉണ്ടാക്കിയത് എന്നായിരിക്കുമോ? അങ്ങനെ മണ്ടത്തരം തന്ത്രി ചെയ്യോ? അതെനിക്കറിയില്ല. അല്ലെ, മാത്രമല്ല ഇവിടെ പാളി മാത്രമല്ലല്ലോ മോഷണം പോകാനുള്ളത്, അവിടെ ധാരാളം ആഭരണങ്ങൾ കൂടിയുണ്ട്.